ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫജിറ്റാസ് ആണ്. അതുണ്ടാക്കാൻ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ ഇപ്പോൾ ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കൻ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/2 കപ്പ് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായി ചേർക്കാം. ഒരല്പം മല്ലിയുടെ കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫജിറ്റാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തി, പൊറോട്ട, കുബൂസ്, റൊട്ടി എന്നിൻ്റെ എല്ലാം കൂടെ തന്നെ നന്നായിട്ട് മാച്ച് ആവുന്ന ഡിഷാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.